ദൈവം നൽകിയ ഈ ലോക ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുക ഉചിതവും ന്യായവുമാണെന്ന ചിന്തയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞുപോയ ഇന്നലകളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം വഴി നടത്തിയ പരിപാലിച്ചു പോകുന്ന വഴികൾ എല്ലാം തന്നെ അവർണ്ണനാതീതം എന്നേ പറയുവാൻ കഴിയുകയുള്ളൂ. തൃശ്ശൂരിലെ മോസ്കോ എന്നറിയപ്പെട്ടിരുന്ന ശങ്കരയ്യ റോഡിലെ മരോട്ടിക്കൽ എന്ന ക്രൈസ്തവ തറവാട്ടു കുടുംബത്തിലാണ് ഞാൻ ജന്മം കൊണ്ടത്. മാതാപിതാക്കളും 4 പെൺമക്കളും 2 ആൺമക്കളും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബം. ഏറെ കഷ്ടപ്പാടുകളിലൂടെയായിരുന്നു എൻ്റെ ബാല്യകാലം കടന്നുപോയിരുന്നത്. എന്നിരുന്നാലും കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും ഒരുമയോടെ പ്രവർത്തിച്ചിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു ദിവസം ഞായറാഴ്ച ഉച്ചയൂണ് കഴിഞ്ഞ് ഞാൻ ഉറങ്ങുകയാണെന്ന് കരുതി എൻ്റെ മാതാപിതാക്കൾ ഇപ്രകാരം പറയുന്നത് കേൾക്കുവാനിടയായി: ഇവനൊരു ജോലി കിട്ടിയിട്ട് വേണം നമുക്കൊന്ന് കരകയറുവാൻ. ശരിയായിരുന്നു. ഭാരം വഹിച്ച് അവർ തളർന്നിരുന്നു. 10ാം ക്ലാസ്സും പാസ്പോർട്ടുമായി ഉറ്റവരെയും ഉടയവരെയും വിട്ട് 1979 ദുബായ് എന്ന സ്വപ്നം കായ്ക്കുന്ന മരുഭൂമിയിലേക്ക് ഞാൻ യാത്രയാകുവാൻ കാരണവും അവർക്ക് ഒരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യമായിരുന്നു. മാതാപിതാക്കളിലൂടെ ലഭിച്ച വിശ്വാസ പാരമ്പര്യത്തിൽ ലവലേശം പോലും വെള്ളം ചേർക്കാതെ ദുബൈയിൽ എനിക്ക് നിലനിൽക്കുവാൻ സാധിച്ചത് എൻ്റെ കുടുംബത്തിൻ്റെ കൂട്ടായ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ 4 വർഷം കഴിഞ്ഞതോടെ എനിക്ക് എൻ്റെ അപ്പൻ നഷ്ടമായി. 1984 ജനുവരി 29 ഹാർട്ട് അറ്റാക്ക് മൂലം. ആദ്യ കുർബാന സ്വീകരണത്തിന് എന്നെ വസ്ത്രമണിയിച്ചതും അൾത്താര ബാലനായി എന്നെ വസ്ത്രമണിയിച്ച് നിത്യവും യാത്രയാക്കിയിരുന്നതും ആവശ്യത്തിന് മാത്രം സംസാരിച്ചിരുന്ന എൻ്റെ അപ്പച്ചനായിരുന്നു എന്നത് ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ അവധി കഴിഞ്ഞ് യാത്രയാക്കുവാൻ നേരം അപ്പൻ അനുഗ്രഹിച്ചു പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ തങ്കലിപികളിൽ ഞാൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പൻ പറഞ്ഞു, നീ ധൈര്യമായി പോയിക്കോ. അതായിരുന്നു അപ്പനുമായി ഞാൻ സംസാരിച്ച അവസാന വാക്ക്. സാധിക്കാവുന്ന ദിവസമൊക്കെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നു. പടിഞ്ഞാറേക്കോട്ടയിലെ സെയിന്റ് ആൻസ് ഇടവകയിലെ അംഗങ്ങളായിരുന്നു ഞങ്ങൾ. അന്നത്തെ വികാരി റവറൻ ഫാദർ ജോസഫ് കൊണ്ടുകുളം, പിന്നീട് തൃശ്ശൂർ രൂപതയുടെ മെത്രാനും അതിരൂപത ആയപ്പോൾ പ്രഥമ ആർച്ച് ബിഷപ്പുമായി അദ്ദേഹമായിരുന്നു ചെറുപ്രായം മുതൽക്കുള്ള എൻ്റെ ആത്മീയ ഗുരുവും റോൾ മോഡലും. 1984 ഓഗസ്റ്റ് 19 എൻ്റെ വിവാഹം. അയ്യന്തോൾ ദേശത്തെ കരേരക്കാടൻ ദേവസ്വയുടെയും മേരിയുടെയും 6 പെൺമക്കളിൽ 4ാമത്തെ മകൾ ഗ്രേസിയെയാണ് ഞാൻ വിവാഹം ചെയ്തത്. അന്ന് അവൾ BSNL ജോലി ചെയ്തു വരികയായിരുന്നു. 5 വയസ്സുള്ളപ്പോൾ അവളുടെ അപ്പൻ മരണമടഞ്ഞിരുന്നു. എൻ്റെ കുടുംബത്തെ പോലെ അവളുടെ കുടുംബവും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. ഞങ്ങളുടെ വിവാഹം ആശീർവദിച്ചത് മാർ ജോസഫ് കൊണ്ടുകുളം തിരുമേനിയായിരുന്നു. ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ദൈവം നൽകിയ ആദ്യത്തെ സമ്മാനമായിരുന്നു ഡാനിയ. അവളുടെ ആദ്യ കുർബാന സ്വീകരണം നടത്തി തന്നതും ആർച്ച് ബിഷപ്പ് എമറിറ്റസ് മാർ ജോസഫ് കൊണ്ടുകുളം തന്നെയായിരുന്നു. 2ാമത്തെ ദാമ്പത്യ സമ്മാനമായിരുന്നു ഡെല്ല. അവൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ സ്വന്തമായ ഒരു ഭവനത്തിലേക്ക് നെല്ലങ്കര ദേശത്തേക്ക് താമസമാക്കിയത്. ഡെല്ലയുടെ ആദ്യ കുർബാന സ്വീകരണം നടത്തി തന്നത് നെല്ലങ്കര ഇടവക വികാരിയായിരുന്ന ജോൺ അയ്യങ്കാനിയിൽ അച്ഛനായിരുന്നു. നല്ല ദൈവത്തിൻ്റെ അതീവ പരിപാലനയാൽ ശങ്കരയ്യ റോഡിൽ നിന്ന് നെല്ലങ്കരയിലെ എൻ്റെ പുതിയ ഭവനത്തിലേക്ക് 1999 താമസം മാറി. ആ സ്ഥലമാണ് ഞങ്ങളുടെയും മക്കളുടെയും പിന്നീടുള്ള ആത്മീയ വളർച്ചയ്ക്കുള്ള ഇടമായി മാറിയത്. വിവാഹം കഴിയുന്നതുവരെ ഡാനിയയും ഡെല്ലയും നെല്ലങ്കര വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഇടവക ദേവാലയത്തിൽ ദേവാലയ ഗാന ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് പ്രവർത്തിച്ചു. ഡെല്ലയ്ക്ക് ആ ദേവാലയത്തിൽ അൾത്താര ശുശ്രൂഷയായി സേവനം ചെയ്യുവാനും ദൈവം കൃപ നൽകി. അപ്പൻ മരിച്ച അതേ ദിവസം അതേ മാസം 29 ജനുവരി അമ്മയും 2014 മരണമടഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട് അവരിരുവരുടെയും പ്രാർത്ഥന ഞങ്ങൾ 6 മക്കളുടെയും ഭവനങ്ങളെ
ഇന്നും ബലവത്താക്കുന്നുണ്ട് എന്ന്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവിനെ അനുസരിക്കുന്നവൻ അമ്മയെ സന്തോഷിപ്പിക്കും, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഞാൻ പ്രവാസത്തിലായിരുന്നപ്പോൾ 2 മക്കളെയും വളർത്തി വലുതാക്കുവാൻ, അതും ദൈവകൃപയിൽ ആശ്രയിച്ച് വളർത്തുവാൻ 100% കാരണമായത് ഗ്രേസിയുടെ അശ്രാന്തമായ പരിശ്രമ ഫലമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും. എനിക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്നത് പ്രാർത്ഥന കൊണ്ടുള്ള സഹായം മാത്രമായിരുന്നു. മൂത്ത മകൾ ഡാനിയയെ 2010 ജനുവരി 24 വിവാഹം ചെയ്തിരിക്കുന്നത് കൈപ്പട്ടൂരുള്ള പുതുശ്ശേരി ലോനച്ചൻ്റെയും മേരിയുടെയും 3 ആൺമക്കളിൽ മൂത്ത മകനായ അഭിലാഷാണ്. ആൻഡ്രിയ എന്ന 12 വയസ്സുകാരി മകളും ആൽഡ്രിൻ എന്ന 10 വയസ്സുകാരൻ മകനുമായി അവർ ദുബായിൽ സന്തോഷമായി കഴിയുന്നു. 2ാമത്തെ മകൾ ഡെല്ലയെ 2017 ഒക്ടോബർ 22 വിവാഹം ചെയ്തിരിക്കുന്നത് കരാഞ്ചിറയുള്ള ആലപ്പാട്ട് പാലത്തിങ്കൽ ഡേവിസിൻ്റെയും ഗ്ലാഡിസിൻ്റെയും 2 ആൺമക്കളിൽ ഇളയവനായ ഡിബിനാണ്. ഡിബിൻ ഇപ്പോൾ ജർമ്മനിയിലും ഡെല്ല ദുബൈയിൽ ഒരു കമ്പനി ജോലി നാട്ടിൽ വർക്ക് അറ്റ് ഹോമായി ചെയ്തുകൊണ്ട് 2 വയസ്സുള്ള അനാലിയ എന്ന മകളോടൊത്ത് കഴിയുന്നു. എൻ്റെ പ്രവാസകാലത്ത് 28 വർഷക്കാലം വിവിധങ്ങളായ ശുശ്രൂഷ മേഖലയിലൂടെ ദുബൈ സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൽ സേവനം ചെയ്യുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. അതിൽ 6 വർഷക്കാലം ഒരു യൂക്കറിസ്റ്റിക് മിനിസ്റ്ററായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് മറക്കുവാൻ കഴിയാത്ത സ്വർഗീയ അനുഭവങ്ങളുടെ അവസരങ്ങളായിരുന്നു. ആ 28 വർഷവും ഞാൻ ജോലി ചെയ്തിരുന്നത് സ്പെനീസ് എന്ന സ്ഥാപനത്തിലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നിരവധിയായ കൃപയ്ക്ക് മേൽ കൃപയായി ഒഴുകിയത് ഈ കാലയളവിൽ ആയിരുന്നു. 2018 പ്രവാസ ജീവിതത്തിൽ നിന്നും വിരമിച്ച് ഞാൻ നാട്ടിലേക്ക് തിരികെ പോന്നു. ഗ്രേസിയും BSNൽ നിന്നും VRS എടുത്ത് വിരമിച്ചു. 2020 ഇപ്പോൾ ഞങ്ങൾ ഇടവക ദേവാലയത്തിൽ ഞങ്ങളെക്കൊണ്ടാകുന്ന ശുശ്രൂഷകൾ ചെയ്തും ഞാൻ തൃശ്ശൂർ അതിരൂപതയിലും സേവനം ചെയ്ത് റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്ത് കഴിയുന്നു. ഞങ്ങളുടെ വളർച്ചയിലും തളർച്ചയിലും സഹായിച്ച സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഗുരുഭൂതന്മാർ, വൈദികർ, സന്യസ്തർ, ഇടവകക്കാർ, അയൽപ്പക്കക്കാർ, മറ്റു അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും ഏറെ സ്നേഹ ബഹുമാന ആദരവുകളോടെ ഓർക്കുകയും നല്ല ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെയും ഗ്രേസിയുടെയും വിവാഹ ജീവിതം 40 വർഷം പിന്നിടുകയാണ്. 40 എന്നത് പൂർണ്ണതയുടെ കാലഘട്ടമായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. ഒരു മനുഷ്യ സൃഷ്ടിയുടെ ഗർഭകാലം ഏകദേശം 40 ആഴ്ചയാണ്. സൃഷ്ടിയുടെ പൂർണ്ണത അവിടെയാണ് പൂർത്തീകരിക്കുന്നത്. യേശുക്രിസ്തു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പൈശാചികതയുടെ മുഖം തകർത്തു കളഞ്ഞു. ആ നിലയ്ക്ക് വൈവാഹിക ജീവിതത്തിൻ്റെ 40 വർഷം ഞങ്ങൾ പിന്നിടുമ്പോൾ ദൈവം ഞങ്ങളിൽ ഒരു പൂർണ്ണത കണ്ടിരിക്കണം. 40 സിംബലൈസസ് എ ടെസ്റ്റിംഗ്, ട്രയൽ ഓർ പ്രൊബേഷൻ പീരീഡ്. ഞങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു. എന്നോടൊത്ത് സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം പങ്കുവെച്ച് ഏകമനസ്സോടുകൂടി ജീവിക്കുവാൻ ഇണയായും തുണയായും കൈകോർത്തു നിന്ന എൻ്റെ സഹധർമ്മിണിയുടെ ഒത്ത് ഇനി അവശേഷിക്കുന്ന കാലമത്രയും ജീവിക്കുവാൻ നല്ല ദൈവം കൃപയാകട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.